അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കവറുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. ലെൻസിൻ്റെ കവർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കിട്ടിയ ലുക്ക് തന്നെയാണ് രണ്ടും. ഇതാണ് നമ്മുടെ 7 Plus 13 Pro Max തമ്മിലുള്ള ഒരു കമ്പയർ. Power is redefined with A15 Bionic, the world's fastest smartphone chip. ആരുമില്ല, അൺബോക്സ് ചെയ്യാൻ പറ്റിയ സാധനം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫാൻറ്റസി ജേനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 5 വർഷത്തിന് ശേഷം ഞാൻ മൊബൈൽ ഫോൺ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വിചാരിച്ചു. ആപ്പിളിൻ്റെ iPhone 13 Pro Max ആണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. എത്തിസേലത്തിൻ്റെ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. എത്തിസേലത്തിൻ്റെ സ്റ്റോറിൽ ഡൗൺ പേയ്മെൻറ്റ് മന്ത്ലി EMI അടിക്കാനുള്ള ഓപ്ഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. 2016 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ആപ്പിളിൻ്റെ iPhone 7 Plus ആണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഫോൺ. ഇപ്പോൾ ഇതിന് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഒരു 10-20 പ്രാവശ്യം എൻ്റെ കയ്യിൽ നിലത്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നല്ലൊരു ബാക്ക് കവറുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും വാങ്ങിച്ച പോലെ തന്നെയുണ്ട്. ചെറിയ സ്ക്രാച്ച് പോലെ ഇതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ് ഒരു 10 രൂപ ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം നിലത്ത് വീഴുമ്പോൾ ആദ്യം പൊട്ടുന്നത് സ്ക്രീൻ ഗാർഡ് ആയിരിക്കും. അത് പിന്നെ 5-10 തരത്തിൻ്റെ കാര്യം വരുന്നുള്ളൂ. പിന്നെ ബാറ്ററിയുടെ എഫിഷ്യൻസി ഒരു 60% താഴെ ആയിട്ടുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഫോണിന് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 13 Pro Max നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. 2 സൈഡിലും സീലുണ്ട്. അത് നമുക്കൊന്ന് പതുക്കൊന്ന് പൊളിക്കാം. അൺബോക്സ് ചെയ്യാൻ ടേബിളില്ലാത്ത കാരണം തൽക്കാലം നമുക്ക് ഈ പാറപ്പുറത്ത് വെച്ച് അൺബോക്സ് ചെയ്യാം. പാറപ്പുറത്ത് വെച്ച് അൺബോക്സ് ചെയ്യേണ്ട ലോകത്തിലെ ആദ്യത്തെ ഫോണായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് തുറന്ന് നോക്കാം. അയ്യവാ, ഇത് എന്തിട്ട് സാധനം ഇരിക്കണമെന്ന് നോക്കിയാൽ ആപ്പിളിൻ്റെ 13 Pro Max ആണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ബാക്കിയുള്ള ഫോണിലൊക്കെ അപേക്ഷിച്ച് ഈ ഫോൺ കുറച്ച് വെയിറ്റ് തോന്നുന്നുണ്ട്. നമുക്കത് പതുക്കെ ഫീൽ ചെയ്ത് നോക്കാം. സ്ക്രീനൊക്കെ സ്ക്രീനാണ്, ഫുൾ സൈസായിട്ട് സ്ക്രീനാണ് ആപ്പിൾ 13 Pro Maxൽ വരുന്നത്. 3 ക്യാമറ ഉണ്ട് ബാക്കിൽ. ടെലിഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള ഒരു ലെൻസും പിന്നെ അൾട്രാ വൈഡായിട്ട് ലെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഭയങ്കര എന്താ പറയുക ഒരു സൂപ്പർ ക്യാമറയാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പോലത്തെ സാധാരണക്കാർക്ക് ഇത്ര അപ്പർ ലക്ഷറി ആയിട്ടുള്ള മൊബൈൽ എടുക്കാൻ കാരണം തന്നെ ഇതിൻ്റെ ഒരു ക്യാമറയുടെ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. സംഭവം തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്ന് ഓൺ ചെയ്ത് നോക്കിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ ഞാൻ വാങ്ങിച്ച് 256 GB റാം വരുന്ന ഗോൾഡ് കളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. 4 കളർ വേരിയൻറ്റിലാണ് ആപ്പിൾ ഈ ഫോൺ പുറത്തിറക്കിയിട്ടുള്ളത്. ഗോൾഡ്, സിൽവർ, പിന്നെ സെറ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറും പിന്നെ ഒരു ഗ്രേ ആയിട്ടുള്ള ഒരു കളറാണ്. അങ്ങനെ 4 കളറിലാണ് ഈ ആപ്പിൾ ഈ ഫോൺ ഇറക്കിയിട്ടുള്ളത് ഒഫീഷ്യലായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ഫോൺ ഗോൾഡ് കളറാണ് 7 Plus. അപ്പോൾ എനിക്ക് ഈ ഗോൾഡ് കളർ തന്നെ ഇഷ്ടപ്പെട്ടത് ഞാൻ ഗോൾഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. എന്തൊക്കെ സാധനം. ഒരുപാട് പ്രത്യേകത ഈ ഫോണുണ്ടെങ്കിലും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡ് തന്നെയാണ്. മറ്റുള്ള ഫോണൊക്കെ അപേക്ഷിച്ച് ഇതിൻ്റെ റാമിലല്ല ഇതിൻ്റെ സ്പീഡ് ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റിലാണ് A15 ബയോണിക് ചിപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 120 Hz ആണ് ഇതിൻ്റെ റീഫ്രഷ്മെൻറ്റ് റേറ്റ് വരുന്നത്. സൂപ്പർ ന്യൂറൽ എഞ്ചിനാണ്. അതായത് ഏകദേശം 18 ട്രില്യൺ ഓപ്പറേഷൻസ് പെർ സെക്കൻഡിൽ ഇതിനകത്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക വാട്ടർ പ്രൂഫാണ്, ഡസ്റ്റ് പ്രൂഫാണ്. നമുക്ക് 6 മീറ്റർ ഡെപ്തിൽ ഏകദേശം 30 മിനിറ്റോളം വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് അണ്ടർ വാട്ടർ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫോൺ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയുടെ ഒരു ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് കാരണം മാത്രമാണ് ഞാൻ ഈ ഫോൺ എടുക്കാൻ കാരണം. ഇതിൻ്റെ ലോ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അപാരമായിട്ടുള്ള ഒരു ലോ ലൈറ്റ് പെർഫോമൻസ് ആണ്. ഞാൻ 1-2 ഫ്രണ്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ. അപ്പോൾ അവരുടെ ക്യാമറയ്ക്ക് ഞാൻ രാത്രിയിലത്തെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ കിട്ടിയില്ല വിഷ്വൽസാണ് നമുക്ക് രാത്രി വരുന്നത്. അപ്പോൾ ആ ഒരു വിഷ്വൽസാണ്. കാരണം ലോ ലൈറ്റിലെന്ന് പറയാൻ ഒരു തരി നോയ്സ് പോലും ഇല്ലാത്ത നല്ല ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു വിഷ്വൽസ് നമുക്ക് രാത്രിയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ സമയത്ത് കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഫോൺ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം. മൊബൈൽ കയ്യിൽ കൊണ്ട് നടക്കാൻ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത്. കാരണം ഏത് നിമിഷം വേണമെങ്കിൽ കയ്യിൽ നിന്ന് നിലത്ത് വീഴാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സേഫ്റ്റി കവറുകളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു വയർലെസ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കവർ വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ ലെൻസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഫിൽറ്റർ ഗ്ലാസസും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുണ്ടെന്ന് നമുക്കൊന്ന് പതുക്കെ ഇട്ട് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കവറിന് ഏകദേശം 210-220 ദിർഹംസ് ആപ്പിളിൻ്റെ സ്റ്റോറിൽ ദുബായ് മാളിൽ ഞാൻ പോയപ്പോൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ദേറാം മാർക്കറ്റിൽ നമുക്ക് 10 ദിർഹംസിന് സാധനം കിട്ടാറുണ്ട്. കാരണം സെയിം യൂസ് ചെയ്യുന്ന നമ്മൾ എന്തെങ്കിലും വയർലെസ് ചാർജ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഡയറക്റ്റ് എന്താ പറയുക ലൈറ്റിംഗ് പിന്നാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒരു ഗമയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിൽ കവർ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കവറുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. ലെൻസിൻ്റെ കവർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബാക്ക് കവർ കാര്യങ്ങൾ. ഇനി സ്ക്രീൻ ഗാർഡും കൂടെ ഒട്ടിക്കണം. സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ 7 Plusഉം നമ്മുടെ iPhone 13 Pro Max ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. രണ്ടും കാണാൻ നല്ല കിടിലൻ ലുക്ക് തന്നെയാണ് രണ്ടും.
ഇതാണ് നമ്മുടെ 7+ഉം 13 Pro Maxും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ എന്നല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അതൊക്കെ ഇനി ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. ഒരു സെറ്റപ്പ് ആയിട്ട് നമ്മൾ മുമ്പ് ഐഫോൺ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പുതിയ ഫോണിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ സെറ്റപ്പാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 2 മിനിറ്റ് കാര്യമുള്ളൂ. ഇതിന് ജസ്റ്റ് ഒരു ഇതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ ഫോണിലത്തെ ഫുൾ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പോകും. ഇത് വേണം നമുക്ക് ഫോർമാറ്റ് ചെയ്ത് കളയാം പഴയ ഫോൺ. അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര നേരം കണ്ടുവരുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് ഗോപ്രോണ് എൻ്റെ ക്യാമറയിലുള്ള വിഷ്വൽസാണ്. അപ്പോൾ ആപ്പിളിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ 13 Pro Max ആണ് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിന് 4 ഭാഗത്തായിട്ട് ഗോൾഡിൻ്റെ ഒരു ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ലുക്കായിട്ടാണ് നമുക്ക് കാണുന്നത്. എന്താ ലുക്കില്ലേ, ക്യാമറ ഒക്കെ നല്ല കിട്ടില്ലെങ്കിൽ ക്യാമറയാണ്, കണ്ടില്ല? ആ ക്യാമറ ആയി കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊരു സംഭവമാണ് ക്യാമറ ഒക്കെ. അപ്പോൾ iPhone 13 Pro Max വെച്ചിട്ട് കുറച്ച് വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്യട്ടെ.